ഇന്ന് രാവിലെ എഴുന്നേക്കാൻ ഈ ലക്സേനെ പോലെ എനിക്ക് നല്ല മടിയായിരുന്നു. പുറത്ത് നല്ല മഴയും നല്ല തണുപ്പുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റെ. ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും എൻ്റെ അനിയൻ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പമായി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ കഷ്ണങ്ങളെല്ലാം ചെത്തി കഴുകി വാരിയെടുത്ത് അരിഞ്ഞെടുത്തപ്പോഴേക്കും പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഷ്ണവും കൂടി ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കായും ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് കടുകും പൊട്ടിച്ചു. ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻകറി ഉണ്ടായിരുന്നു. അങ്ങനെ മീൻകറിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി ചാച്ചനും അമ്മയ്ക്കും അനിയന്മാർക്കൊക്കെ ചോറ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ പപ്പേൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എന്നെ പപ്പ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പപ്പേൻ്റെ ചേട്ടനെ പപ്പാന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ പപ്പായി കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ വീട്. പപ്പ ദേ പുല്ല് വെട്ടുവാണ്, മമ്മി പുല്ല് ചുമന്നുകൊണ്ടിടുവാണ്. അവിടെ ആടും പശുവും കോഴിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെയുള്ള പുല്ലൊക്കെ വെട്ടിയിട്ടു മമ്മിയും പപ്പയും കൂടെ. ഞാനവിടെ ചുമ്മാ നിൽക്കുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബായ്.